പ്രമുഖ വ്യവസായിയും എമ്പുരാൻ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ ഇ.ഡി. റെയ്ഡ്. ചെന്നൈയിലെയും കോഴിക്കോട്ടെയും ഓഫീസുകളിലാണ് ഇ.ഡി. കൊച്ചി യൂണിറ്റ് പരിശോധന നടത്തിയത്. കോഴിക്കോട് അരയിടത്ത് പാലത്തെ ഗോകുലം ഗ്രാൻഡിൽ നടത്തിയ പരിശോധന 3.5 മണിക്കൂർ നീണ്ടുനിന്നു. സ്ഥാപനങ്ങളിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലിനെയും ഇ.ഡി. ചോദ്യം ചെയ്തു. വർഷയുണ്ട് വിശദാംശങ്ങളുമായി. വർഷ, ഗോകുലം ഗോപാലിനെ ഇ.ഡി. ചോദ്യം ചെയ്തതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ ചിട്ടി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണോ ഇപ്പോൾ ഇ.ഡിയുടെ ഒരു ഇടപെടൽ? എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, രാവിലെ 11:30 കൂടി തുടങ്ങിയ പരിശോധന വൈകിട്ട് 3 മണിവരെ നീണ്ടുനിന്നു. ഇ.ഡിയുടെ, അതായത് ഈ 2023 ഈ വിദേശ നാണയ വിനിമയ നിയമലംഘന പ്രകാരവും അതേപോലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും അനധികൃത സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും ഗോകുലം ഗോപാലനെതിരെ ആരോപണം ഉയർന്നിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ 2023 കൊച്ചി ഓഫീസിൽ വെച്ച് ഈ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിന്റെ എല്ലാ ഭാഗമായി തന്നെയാണ് ഇന്ന് കോഴിക്കോട് ഓഫീസുകളിലും പരിശോധന നടന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. മുമ്പ് പറഞ്ഞ പോലെ രാവിലെ 11:00 തുടങ്ങിയ പരിശോധന വൈകിട്ട് 3 മണി വരെ നീണ്ടുനിന്നു. വിശദമായ പരിശോധന തന്നെയാണ് ഇ.ഡി. നടത്തിയിട്ടുള്ളത്. കൂടാതെ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ വിദേശ നാണയ വിനിമയ ചട്ടപ്രകാരം, അതായത് ചിട്ടിയുടെ മറവിൽ വിദേശ നാണയ വിനിമയ ചട്ട നിയമലംഘനം നടത്തിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇത് സംബന്ധിച്ചാണ് പരിശോധന നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എമ്പുരാൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഒരുപാട് വിവാദമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇ.ഡിയുടെ പരിശോധന എന്നുള്ളതാണ്. എമ്പുരാൻ സിനിമ കഴിഞ്ഞ ദിവസമാണ് 200 കോടി ക്ലബിൽ കയറിയത്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് പരിശോധന എന്നുള്ളതും കൂടി വലിയൊരു വിവാദമായി തന്നെ മാറുകയാണ്. എന്തായാലും 3 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ഇ.ഡി. മടങ്ങിയത്. ആവശ്യമായ രേഖകളെല്ലാം പരിശോധിച്ചു എന്നാണ് കിട്ടുന്ന വിവരം. അതേപോലെ തന്നെ ചെന്നൈയിലെ ഓഫീസിലും ഇ.ഡിയുടെ പരിശോധന നടത്തിയിരുന്നു. കോഴിക്കോട്, ചെന്നൈ ഓഫീസുകളിലാണ് ഇത്തവണ ഇ.ഡി. പരിശോധന നടത്തിയത്. കഴിഞ്ഞ തവണ കൊച്ചിയിലെ ഓഫീസിൽ വെച്ചായിരുന്നു ഈ ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തിരുന്നത്. എന്നാൽ ഇത്തവണ കോഴിക്കോട് ഓഫീസിൽ വെച്ച് തന്നെയാണ് ഗോകുലം ഗോപാലനെ ഇ.ഡി. പരിശോധന നടത്തിയിരിക്കുന്നത്. എന്തായാലും രാവിലെ വടകരയിലെ വീട്ടിലെത്തുമെന്നുള്ളതായിരുന്നു ലഭിച്ച വിവരം. എന്നാൽ പിന്നീട് ചില മീറ്റുകൾ കാരണം ഗോകുലം ഗോപാലൻ അരയത്തുപാലത്തെ ഗോകുലം ഗ്രാൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇ.ഡി. ഇവിടേക്ക് എത്തുകയായിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഇ.ഡി. മടങ്ങിയത്. ഇനി വരും ദിവസങ്ങളിൽ എന്തായിരിക്കും തുടർ നടപടികൾ, എന്തായിരിക്കും ഇനിയുള്ള ഇ.ഡിയുടെ മുന്നോട്ടുള്ള അന്വേഷണം എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശരി, 3 മണിക്കൂറോളം നീണ്ടു നിന്നു ഇ.ഡി. റെയ്ഡ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വർഷ.